കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രതിപക്ഷ പാർട്ടികൾ. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ 24നോട് പറഞ്ഞു. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് CPIM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആവശ്യപ്പെട്ടു. സർക്കാർ പൂർണ്ണ പരാജയമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ കുറ്റപ്പെടുത്തി. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ബംഗാൾ സർക്കാരിനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു. It was a planned attack on the hospital. There were some construction also they started because they wanted to remove the evidences. തൃണമൂൽ ഗുണ്ടകൾ പോലീസിന്റെ സഹായത്തോടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPIM ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആരോപിച്ചു. Trinamool government is protecting the rapists, protecting the molesters, and Trinamool goons with the help of the Kolkata police is trying to vandalize that. They are trying to destroy the evidence. ബംഗാളിന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുതിർന്ന CPM നേതാവ് ബിമൻ ബോസ്. പ്രതിഷേധക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ബാധ്യസ്ഥയാണെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ പ്രതികരിച്ചു. BJPയും TMCയും ഒഴികെയുള്ള എല്ലാ കക്ഷികളെയും പ്രതിഷേധത്തിൽ ഒപ്പം ചേർക്കാനാണ് ഇടത് പാർട്ടികളുടെ യോഗത്തിന്റെ തീരുമാനം. ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളാണെന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. എന്നാൽ വീഴ്ചകൾ ഓരോന്നായി ചൂണ്ടിക്കാട്ടി മമതയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. വിനീത VG 24 ഡൽഹി.